സിനിമയോടുള്ള അഭിനിവേശം മൂത്ത്, സിനിമയോടുള്ളൊരു ഭ്രാന്ത് മൂത്ത്, സിനിമ ചെയ്യാൻ കയ്യിൽ പണമൊന്നുമില്ലാതെ അയാളുടെ സ്വന്തം ശരീരം മരുന്ന് കമ്പനികൾക്ക് വേണ്ടി ടെസ്റ്റ് ഡോസിന് കൊടുത്ത് $7,000 ഉണ്ടാക്കി. അങ്ങനെ ആ സിനിമ സംവിധാനം ചെയ്ത ഒരു സംവിധായകനുണ്ട്. ആ സംവിധായകൻ്റെ പേരാണ് റോബർട്ട് റോഡ്രിഗസ്. ഒരു ഷോർട്ട് ഫിലിമിന് അവർ അയച്ചു. അങ്ങനെ അത് കൊളംബിയ പിക്ചേഴ്സ് കാണാനിടയായി. അങ്ങനെ കൊളംബിയ പിക്ചേഴ്സ് ആ വർഷത്തെ ഏറ്റവും നല്ല ഫിലിമായിട്ട് ഇത് അംഗീകരിക്കുകയും അങ്ങനെ അത് വേൾഡ് വൈഡ് റിലീസാക്കുകയും ചെയ്തു. അങ്ങനെ രണ്ടാമത്തെ പടവും കൊളംബിയ പിക്ചേഴ്സ് തന്നെയാണ് എടുത്തത്. അങ്ങനെ വളർന്നു വന്ന ഒരാളാണ് റോബർട്ട് റോഡ്രിഗസ്. ഈ സിനിമയുടെ പേര് ഞാൻ അവസാനം പറയാം. അതിനു മുമ്പ് റോബർട്ട് റോഡ്രിഗസിനെ കുറിച്ച് കുറച്ചും കൂടി നമുക്കറിയാനുണ്ട്. റോബർട്ട് റോഡ്രിഗസ് അദ്ദേഹം അമേരിക്കയിലെ ഒരു സാധാരണ യുവാവായിരുന്നു. പണ്ട് മുതലേ അയാൾക്ക് സിനിമ ഒരു ഫാഷനായിരുന്നു. അയാളുടെ വീട്ടിൽ ഒരു VCR വാങ്ങിയ സമയത്ത് ഒരു ക്യാമറ ഫ്രീ ആയിട്ട് കിട്ടിയിരുന്നു. അങ്ങനെ അയാളും അയാളുടെ കുറച്ച് കുടുംബക്കാരും സ്പോർട്സ് നടക്കുന്ന സ്ഥലത്ത് പോയിട്ട് കുറച്ച് ഷോട്ടുകളും അയാൾ ഇവരെ കൊണ്ട് അഭിനയിപ്പിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. ആദ്യത്തെ പടത്തിലും ഈ സുഹൃത്തുക്കളും കുടുംബക്കാരും ഒക്കെ തന്നെയാണ് ഫസ്റ്റ് പടത്തിലും അഭിനയിച്ചത്. രണ്ടാമത്തെ പടത്തിൽ കുടുംബക്കാരൊന്നുമില്ല, സുഹൃത്തുക്കളൊന്നുമില്ല, വേറെ നടന്മാരെ വെച്ചാണ് രണ്ടാമത്തെ പടം അയാൾ ഷൂട്ട് ചെയ്തത്. പിന്നെ സുഹൃത്തുക്കളും റിലേറ്റീവും ഒക്കെ സ്പോർട്സ് നടക്കുന്ന സ്ഥലത്ത് പോയിട്ട് അവിടുന്ന് കുറച്ച് ഷോട്ടുകൾ എടുത്താണ് ഈ റോബർട്ട് റോഡ്രിഗസിന്റെ വരവ്. അയാൾ ഫിലിം സ്കൂളിൽ പോകാതെയും അല്ലാതെ വേറെ ആരെയും അസിസ്റ്റ് ചെയ്യാതെയും സ്വന്തം ചെയ്ത് പരാജയപ്പെട്ടു, വീണ്ടും ചെയ്തു, വീണ്ടും പരാജയപ്പെട്ടു. അങ്ങനെ ഒരു ബോളിവുഡിന്റെ ഏറ്റവും നല്ലൊരു ഡയറക്ടറായ ഒരാളാണ് റോബർട്ട് റോഡ്രിഗസ്. ഇതേപോലെ നമുക്കും സിനിമ മാത്രമല്ല വേറെ ഏത് സ്വപ്നമാണെങ്കിലും നമുക്കും അത് നേടാനായി സാധിക്കും ഇങ്ങനെ കഠിനാധ്വാനം ചെയ്താൽ. മെക്സിക്കോ എന്ന് പറഞ്ഞ പടം എടുക്കുന്ന സമയത്ത് ഞാൻ കേട്ടത് മൂപ്പര് വൈകുന്നേരം മാത്രമേ ഷൂട്ട് ചെയ്യുള്ളൂ എന്നാണ്. കാരണം മെക്സിക്കോയുടെ ഒരു ലൈറ്റ് എഫക്ട്സ് അങ്ങനെ ആയിരുന്നു. അതിൻ്റെ ഒരു പ്രകൃതി ഭംഗിയൊക്കെ ആയിട്ട് നിൽക്കുന്ന ആ ഒരു സമയം വൈകുന്നേരങ്ങളിലായിരുന്നു. അങ്ങനെയായിരുന്നു മെക്സിക്കോ എടുത്തത്. ഫിലിമൊക്കെ വളരെ നല്ല അഭിപ്രായങ്ങൾ നേടിയൊരു ഫിലിമാണത്. ഈ സിനിമയുടെ കൂടുതൽ വിശേഷങ്ങൾ ചിലപ്പോൾ നിങ്ങൾ നെറ്റിൽ സെർച്ച് ചെയ്താൽ നിങ്ങൾക്കത് കിട്ടും. ചിലപ്പോൾ നിങ്ങൾക്കത് കാണുകയും ചെയ്യാം. ആ സിനിമയുടെ പേരാണ് എൽ മറിയാച്ചി. ഇല്ലെങ്കിൽ ഈ സിനിമയുടെ കൂടുതൽ വിശേഷങ്ങൾ ഞാൻ മറ്റൊരു വീഡിയോയിൽ പങ്കുവെക്കാം.